ബെന്നിച്ചെന്ന് പറഞ്ഞു, ബെന്നിച്ചെന്ന് പറഞ്ഞു. ഇവൻ്റെടുത്ത് ഈ ചേട്ടനെ പോലെയാണ് ഇടയ്ക്ക് ചേട്ടനാണ് വിളിക്കുന്നത്. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ ആത്മീയ ശുശ്രൂഷയിൽ ഈശോയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ പ്രചോദനമാണ്. ധ്യാനത്തിലായിരിക്കും ദൈവം സേനായി കിടന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം വലിയ ശാന്തതയും സമാധാനമുണ്ടായി. ജീവനോങ്കാൽ പറഞ്ഞതുപോലെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കിഷ്ടമുള്ള വിശുദ്ധിയുള്ളൊരു മകനായി എനിക്ക് ജീവിക്കാൻ പറ്റിയാണെങ്കിൽ ഞാൻ ഈ കിടക്കുന്ന കിടത്തിൽ ഞാൻ മരിച്ചോളാം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ ആവർത്തിച്ച് ഈശോയോട് പറഞ്ഞു, എൻ്റെ ആയുസ്സിനെ നിമിഷം ഈശോയെ എടുത്തു. എനിക്കങ്ങനെ ജീവിക്കേണ്ട, ഒരു ഉണക്ക ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് ജീവിക്കേണ്ട ഈശോയെ ഞാൻ പറഞ്ഞു. ഈശോയെ എനിക്കുവാണെങ്കിലും ഈശോയെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു മകനായി ജീവിക്കണമെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. ആ വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ബ്രദറിൻ്റെ 3ാമത്തെ ധ്യാനമാണ്. 3ാമത്തെ ധ്യാനം ഒരു നൈറ്റ് വിതിൽ ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒത്തിരി ധ്യാനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ധ്യാനം കുറേ കൂടി എന്നതുകൊണ്ട് ജീവിതത്തിൽ അർത്ഥമാകുന്നില്ല എന്നൊരു തിരിച്ചറിവ് എനിക്കിത് കിട്ടി. പലപ്പോഴും ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്പർശനം പല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ കർത്താവിൻ്റെ സ്പർശനം, ബ്രദർ പറഞ്ഞതുപോലെ എല്ലാ സ്പർശനങ്ങളും എല്ലാ അനുഭവങ്ങളും ദൈവം നൽകുന്നതാണ്. അത് വീണതുകൊണ്ട് മാത്രമാകുന്നില്ല. അപ്പം ബ്രദർ അങ്ങനെയും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് പറയരുത് എന്നുള്ളൊരു ചിന്ത ആദ്യം വന്നെങ്കിലും ഇത് പറയണമെന്നുള്ള ഒരു ഉൾപ്രേരണ കൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അനേക ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കർത്താവിൻ്റെ ഒരു ടച്ചിങ്ങിലൂടെ നിലത്ത് വീഴാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നില്ല. ഒരു വലിയ ആത്മീയ അനുഭവത്തിലാണ് ഞാനൊരു ശൂന്യത, ഇത്രയും ഏകദേശം 100 കിലോളം ഉണ്ണിയാണ്. പക്ഷേ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ആകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു വലിയ ദൈവാനുഭവം, ഒരു വലിയ സ്വർഗീയ അനുഭൂതി അത് അനുഭവിക്കാൻ ദൈവം അവസരം നൽകി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി. പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഡോക്ടർ ജോണിൻ്റെ ധ്യാനം കൂടിയിട്ടുണ്ട്. ഡോക്ടർ ജോൺ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിനെ പോലെ തന്നെയാണ് ഈ ധ്യാനത്തിൽ ഈശോ അറിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു പദ്ധതിയിട്ടുണ്ട്. അതിൻ്റെ നാശം എന്ന പദ്ധതിയല്ല, എനിക്ക് ശുഭകരമായ പാഠം പ്രത്യാശയുടെ പദ്ധതിയാണ്. ഈശോ ഡോക്ടറിൻ്റെ ഓരോ ധ്യാനവും എനിക്ക് ഓരോ അനുഭവങ്ങളായിരുന്നു. ഈശോയിലേക്ക് ഒരു പടി ഓരോ പ്രാവശ്യം ഡോക്ടറാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഡോക്ടറെ ഞാൻ ഇടയാക്കിയിട്ടുണ്ട്. ഡോക്ടർ ജോണിൻ്റെ ഓരോ ഉപദേശവും ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയമായ ഓരോ പടി വളർത്തുവാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ ധ്യാനത്തിൽ വന്ന് ഞാൻ ഡോക്ടർ ജോൺ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈശോ എൻ്റെ ശരീരത്തിലൂടെ എപ്പോഴും ഈ ഡോക്ടർ ജോണിൻ്റെ സിസ്റ്ററിനോടും എനിക്ക് സംഭവിക്കാറ്. എനിക്ക് 6 വർഷത്തെ സമയത്ത് ഞാൻ വിശ്വവിദ്യയിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ബോഡി ഫുള്ളി പവറിലേക്ക് വന്നിട്ട് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. പലപ്പോഴും ശുശ്രൂഷകളിൽ ഞാൻ ഒരു സൈഡിൽ പിടിച്ചാൽ നിൽക്കാറ്. എനിക്ക് ഒരിക്കലും നിൽക്കാൻ പാടില്ല. എനിക്ക് അന്ന് മുതൽ പാദമായി ഹോളി സ്പിരിറ്റിൻ്റെ പവർ കയറിയിട്ട് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശുശ്രൂഷയിൽ കടന്നു വന്നപ്പോൾ ഇന്നലെ മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡോക്ടറോട് പറയാറുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടൻ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഒത്തിരി വിഷമമാണ്. ഡോക്ടർ വീട്ടിൽ പോകുമ്പോൾ എന്ത് അറിയാറുണ്ട് ഇത് പറയും. അത്രയും ഒരു ഹോളി സ്പിരിറ്റ് പവർ എനിക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ശുശ്രൂഷകളിലും ഭവനത്തിലായിരിക്കുമ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. ഇത് ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വീടിനുള്ള ഹോളി സ്പിരിറ്റിൻ്റെ നല്ല പവറാണ്, ശക്തിയാണ്. ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് എപ്പോഴും പ്രതികളുടെ
ഈശോയെ ഞങ്ങൾക്ക് യാതൊരു കഴിവും മേന്മയില്ലപ്പ നിന്റെ കൃപയാലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. ഈശോ അറിഞ്ഞില്ല എങ്കിൽ ദൈവം നിന്നെ അറിയാൻ സാധിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും ലോകത്തിൻ്റെ ലോകങ്ങൾക്കും പുറകോടി, എന്നാൽ അതിനെല്ലാം ഉപരിയായി എൻ്റെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായ നിമിഷം മുതൽ ജീവിതത്തിൽ ദൈവം എന്താണെന്നും ദൈവ സ്നേഹം എന്താണെന്നും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് കരുണയോടെ ഇടപെടുവാനുള്ള കൃപ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഇന്ന് ബ്രദർ ഞങ്ങളോട് പറഞ്ഞു മറ്റുള്ളവരെ അവരെ ജീവിതത്തിൽ പുറകിലിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോ എനിക്ക് സാധിക്കുമോ, കാരണം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പിതാവേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈശോ അനുവദിച്ചു. ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് തലകൈ തൊടുന്നതിനോട് എനിക്കറിയാമായിരുന്നു ഞാൻ അങ്ങനെ അന്നേരം എൻ്റെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു വിറയിലായിരുന്നു. എൻ്റെ ബോഡി ഫുള്ള് ഞാൻ വിറയ്ക്കുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതെനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചു. എൻ്റെ തലയുടെ ഭാരം നമുക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നതായി എൻ്റെ വീട് പോകുന്നതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഇന്ന ദിവസം എനിക്ക് ഒരു 10-20 മിനിറ്റോളം എൻ്റെ ഈശോയുടെ ശക്തി എൻ്റെ ബോഡിയിലൂടെ ഫുള്ളൊരു വിറയൽ എനിക്ക് ചെറുതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വിറയൽ എനിക്ക് ആദ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഈശോയെ വിശ്വസിച്ചു. ാണ് പാട്ടുപാടി വിളിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ നേരിട്ട് നന്ദി പറയട്ടെ. രാവിലെ എഴുന്നേറ്റപ്പോൾ ശബ്ദമില്ലായിരുന്നു. പ്രിയ സഹോദരി എനിക്ക് ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. 2 മണിക്കൂറോളം തൊണ്ടയിടാതെ പാടുവാനായിട്ട് കർത്താവ് വന്ന ശക്തിക്കായിട്ട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയട്ടെ. എൻ്റെ ഈശോയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് ബ്രദർ വീട്ടിലായിരുന്നപ്പോൾ എപ്പോഴും പറഞ്ഞ ഒരു കൊച്ചു കാര്യം എൻ്റെ മനസ്സിലോട് പെട്ടെന്ന് ഈ ലൗഡ് സ്പീക്കറിൽ പോലെ കേട്ടത്, സാവൂളും വീണു പടയാളികളും വീണു. സാവൂള് വീണേറ്റപ്പോൾ പൗലോസായി, പടയാളികൾ വീണേറ്റപ്പോൾ അവനെ എങ്ങനെ കൂടുതൽ ക്രൂശിക്കാം എന്ന ആലോചനയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും വീണേറ്റും. വീണവരും വീണാത്തവരും സാവൂള് മരിക്കട്ടെ, നമ്മിലെ പൗലോസ് ഇനി മുതൽ ജീവിക്കട്ടെ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ആ വലിയ ഒരു ദൗത്യത്തിലോട്ട് മുന്നോട്ടാം. ദൈവം നമ്മെല്ലാം ശക്തീകരിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് രുചി, ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും കൂടുതലും നേഴ്സിംഗ് സഹോദരിമാരാണ് ഡോക്ടർ ജോൺ ആണെന്ന് പറഞ്ഞ് മെഡിക്കൽ ഫീൽഡിലാണ്. ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഒരു പ്രചോദനമായിട്ട് എനിക്ക് തോന്നി. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മോനാണെന്ന് പറയാം. മമ്മിക്ക് എന്താ ഒന്നുമില്ല, മമ്മിക്ക് എന്താ പോയി പറയാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് പള്ളിയില്ലാറുണ്ട്. എനിക്ക് ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ കുറേ ഇങ്ങനെ മൗണ്ടൻസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ശരിക്കും മാതാവൊക്കെ ഉണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ മാതാവ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനായിട്ട് കളിയാക്കി. അങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ബ്രദർ കൈവരിച്ചപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ഭാഷാപരത്തിലൊക്കെ ഡിവൈൻ തരത്തിലൊക്കെ പോകുമ്പോഴാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാതെ ഇങ്ങനെ അവരങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ബ്രദർ കൈവരിച്ച് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ സൗണ്ടൊക്കെ മാറി. ഞാൻ എന്തൊക്കെയോ പറയാൻ പറയും. ഞാൻ എന്നിട്ട് കൺട്രോൾ ചെയ്യും. ഇതെന്തോ പ്രശ്നമാണ് നിർത്തിക്ക് പിന്നെയോ, പക്ഷേ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ജീസസിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ അനുഭവങ്ങളുണ്ട്. എപ്പോഴും എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എപ്പോഴും ഉത്തരം തരാറുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊരു സാക്ഷ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് മേഴ്സി. ഉള്ളവരെ ഞാൻ നേരത്തെ കൊണ്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, 1.5 മാസം മുന്നേ ബ്രദറിൻ്റെ ധ്യാനത്തിൽ കൂടുക. മറ്റേറെ വർഷങ്ങളായി നവീകരണ അനുഭവത്തിലാണ് എന്ന് പറഞ്ഞാലും പലപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് പേഴ്സണൽ പ്രേയർ സ്ഥിരമായി കൃത്യമായി പുലർക്കാലം എഴുന്നേറ്റ് വചനം പറയുന്നുണ്ടല്ലോ. സൂര്യോദയത്തിൽ നശിക്കാത്തത് അരുണോദയത്തിൽ നശിക്കാതെ സൂര്യോദയത്തിൽ നശിക്കുന്നത്. അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്ന് എന്നും പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ തീക്ഷ്ണമായ ഒരു തീരുമാനമെടുത്തു. അത് കുമ്പസാരക്കാർക്ക് വൈദ്യങ്ങളുടെ
പ്രാർത്ഥിച്ചു. എനിക്കും അതിനുള്ള കൃപ ദൈവമേ എനിക്ക് തരണമേ എന്ന്.